പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിന്ന് കാണിക്കാൻ വന്നത് ഉഗാണ്ടയിലെ അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്ന ക്യാപിറ്റൽ കിച്ചൺ എന്ന് പറയുന്ന ഒരു വലിയ റെസ്റ്റോറൻറ്റിലെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഇവിടുത്തെ ഏഷ്യൻ അതുപോലെ ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ ഫുഡുകൾ കഴിച്ചിട്ടുള്ള ഇതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് നേരെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തൊബാനി സെൻറ്ററിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുക. ഇതിൻ്റെ 3ാമത്തെ നിലയിലാണ് നമുക്ക് പോകേണ്ടതുള്ളത്. നമുക്ക് ലിഫ്റ്റും മറ്റൊക്കെ ആ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഫുഡിൻ്റെ ഞാവോ ഹൗ ആർ യു ഹൗ മച്ച് ഈസ് ഫോർ ദ ബഫേ 30 about 25 that is a one 25 you don't get juice from that ഫുഡ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. നല്ല നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനോഹരമായിട്ടുള്ള കമ്പാല നഗരവും അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളും മറ്റൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കമ്പാല ജിഞ്ച റോഡാണ് ഇപ്പോൾ കാട്ടി തന്നിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ലൊക്കേഷനിൽ നിന്നുള്ള ഭക്ഷണവും മറ്റും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡും മറ്റൊക്കെയാണ്. 30,000 ഷില്ലിങ് ഏകദേശം ഒരു 620ഓളം രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കുന്നതിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് ഒരു പ്ലേറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ബണ്ണിൻ്റെ സെക്ഷനിലോട്ടാണ്. എന്തായാലും കുറച്ച് ഫോർക്കും മറ്റൊക്കെ എടുക്കണം. ഫോർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഹലോ, ഞാൻ ഹൗ ആർ യു വാട്ട്സ് യുവർ നെയിം? സോഫിയ. ഓക്കെ. അപ്പോൾ സോഫിയാണ് ഇവിടെ അത് ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുണ്ട്, അതായത് പിസ്സൻ്റെ ചെറിയൊരു പീസുണ്ട്. ഇനി നമുക്ക് ഇത് മർഗറ്റ പിസ്സ എന്നാണ് അറിയപ്പെടുന്നത്. ബർഗർ. ഓക്കെ, നമുക്കൊരു ചെറിയൊരു പീസ് ബർഗർ എടുത്തിട്ടുണ്ട്. നാച്ചോസ്. ഓക്കെ. ആൻഡ് ടാക്കോസ്. ഓക്കെ. ആൻഡ് ദിസ് വൺ കോൾഡ് വാട്ട്? ചിക്കൻ. അപ്പോൾ ഷവർമൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ദീസ് കാഷ്വൽ ബ്രെഡ്. ഓക്കെ, അപ്പോൾ ഒരു കാഷ്വൽ ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇത്രയും ഫുഡാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് പോയി കഴിച്ചു നോക്കുക, എന്നിട്ട് ബാക്കി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെൽവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സെൽവൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് നമുക്ക് കഴിக்கலாம். സെൽവൻ എപ്പടി ഇരിക്കുങ്ക? സൂപ്പറാக இருக்குங்களா? ഇത്രയും ഫുഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് ബണ്ണ്, ബർഗർ, കുറച്ച് പപ്പടം മാതിരിയുള്ളത്, കുറച്ച് ഷവർമൻ്റെ ഒരു പീസും മറ്റൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് ഞാൻ കുറച്ച് ബർഗറും മറ്റൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ, ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ചെറിയൊരു ആഫ്രിക്കൻ സ്റ്റൈലുള്ള ബണ്ണാണ്. അങ്ങനെ പറയാൻ മാത്രം പറ്റിയ സംഭവമൊന്നുമില്ല. ടേസ്റ്റ് ഓക്കെ, അത്ര പറയാനുള്ളൂ. ഇനി ഇവിടെ ഒരു ബർഗർ ഉണ്ട്. ബർഗർ ഒന്ന് കഴിച്ചു നോക്കട്ടോ. ബർഗർ വളരെ ചെറിയൊരു ബർഗറാണ്, പക്ഷെ അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിസ്സൻ്റെ ചെറിയ പീസാണ്. പിസ്സ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. കുഴപ്പമില്ല. ഇവിടെ ഷവർമ പോരട്ടോ, ചിക്കനൊന്നുമില്ല, വെജിറ്റബിൾ ഷവർമയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ നിന്നുള്ള ആഫ്രിക്കൻ സ്റ്റൈലിൽ തുടങ്ങാനുള്ള പരിപാടി കേട്ടോ. നമുക്ക് ആഫ്രിക്കൻ സ്റ്റൈലിൽ വാട്ട് ഈസ് ഹിയർ? യാ പിലാവോ ഹിയർ? ഗിവ് മീ എ ലിറ്റിൽ പിലാവോ. Little. No, I don't want that much. Just a little. Yeah. അപ്പോൾ കുറച്ച് പിലാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു give me this one, the yam. Yeah. And that one. Yeah.
യു വാണ്ട് ദിസ്? അപ്പോൾ അവിടെ ആഫ്രിക്കക്കാരെ നമ്മളെ ബീൻസ് കറി മറ്റൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇനി ചിക്കൻ കറി ഉണ്ട്. ബീഫ് എല്ലാം. അപ്പോൾ ബീഫ് കറി ഒന്ന് എടുത്തു നോക്കുകയാണ് ഇവരോട് ചോദിച്ചിട്ട്. ആൻഡ് ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ആയി. ഇനി നമുക്ക് ഇതിൽ കുറച്ച് white rice I don't want. Yeah. Potato veggies no. What else you have here? Yeah, this one give me a bit. നമ്മുടെ ഫ്രൈഡ് റൈസ് ആട്ടത്. ഫ്രൈഡ് റൈസ്. ദെൻ ഇനി നമുക്ക് തന്നെ വേണമെങ്കിൽ എടുക്കട്ടോ. ഇവിടെ പൂരിയൊക്കെ ഉണ്ട്. ഞാൻ വളരെ കുറഞ്ഞ ഐറ്റംസേ എടുക്കുന്നുള്ളൂ. ഇനി ഇവിടെ പൂരിയും give me one, yeah, that's enough. ഒരു പൂരിയും വാങ്ങിയിട്ടുണ്ട്. Then some little salad. Give me some little salad. Okay, then this one. Give me one, okay? Is it sweet? Sweet? Injera. Okay, let me try. Okay. അപ്പോൾ എഞ്ചേര എന്ന് പറയുന്നത് എത്യോപ്യൻ ഫുഡാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പാസ്ത ഇതൊക്കെ ഉണ്ട്. നമ്മളിനി Sebo? Yeah, give me veg Manchurian. You don't have chicken biryani? Huh? Veg. Yeah, little, not much. അപ്പോൾ ഇതിനോട് നമുക്ക് കുറച്ച് വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും ഫുഡായിട്ട് എടുത്തിട്ടുള്ളത്, കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല. നൂഡിൽസ് നോ നോ ഐ ഡോണ്ട് വാണ്ട്. നിങ്ങൾ പറഞ്ഞു. അപ്പം നമ്മുടെ വെജ് മഞ്ചൂരിയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷമയോടെ കാത്തിരിക്കുന്ന സെൽവനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പ്. നമ്മുടെ നാട്ടിലെ 610 അല്ലെങ്കിൽ 620 അല്ലെങ്കിൽ 600 രൂപയ്ക്കാണ് ഇതിന് ചാർജ് വരുന്നത്. അപ്പോൾ ഇവരുടെ കിച്ചണാണ് ഈ കാണുന്നത് കേട്ടോ. കിച്ചൻ്റെ അകത്തുള്ള ലൈവാണ് മൊത്തം. എല്ലാ സാധനങ്ങളും ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെജ് മഞ്ചൂരിയനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കഴിച്ച് നോക്കുകയാണ്. ലൈവായിട്ട് എത്ര ചോദിച്ചാലും ഇവർ ഉണ്ടാക്കി തരുന്നതായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഫ്രൈഡ് റൈസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല, അടിപൊളിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് മത്തനൊക്കെ മിക്സ് ചെയ്താണ്ടൊക്കെയാണ് കഴിക്കുന്നത്. അതുപോലെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടോ, അടിപൊളി. ഒരു രക്ഷയില്ല. നമ്മളൊരു ചൈനീസ് സ്റ്റൈലിലോ ഇവരുണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത്. ഇനി കുറച്ച് വെജിറ്റബിൾ സലാഡ് മിക്സ് ചെയ്തുകൊണ്ടൊന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പാർട്ടികളും മറ്റൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് ഗ്രാജുവേഷൻ പാർട്ടി, അതുപോലെ ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ പല പാർട്ടികളും ഇതിനകത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ കുറച്ച് ആളുകളെ ഉഗാണ്ടക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോടും ചോദിച്ചു നോക്കാം ഹൗസ് എങ്ങനെയുണ്ട് മറ്റൊക്കെ അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്രാജുവേഷൻ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടണം. ഹലോ ഹലോ, ഹൗ ആർ യു? യു ആർ ഓക്കെ? So what is the function is going on here? We're having a graduation party for our friend. Okay, you having a party for graduation party? Yeah, for our friend. She How just do you feel Capital Kitchen? It's good. It's amazing. We like the services. And
The food is amazing. Food is amazing. Yeah, and it's plenty. It's a lot. It's a lot. Yeah, so that's what we like. You can eat and get tired. Everything is beautiful here. You especially like from here. I like the eshabwe. Eshabwe is from my culture, Western Uganda. Okay, you from Western? Yeah, Which part of Fort Poto. Fort Portal? Okay. Yeah, so we had eshabwe and matoke and G-nuts, and it was amazing. And not really. We're just friends to her, and we just converged to celebrate her. അപ്പോൾ ഇവളാണ് നമ്മുടെ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരോട് ചോദിക്കാം, ഹലോ, ഹൗ ആർ യു? How are you? I'm okay. അപ്പോൾ ഇവളാണ് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവളോട് ചോദിച്ചു നോക്കാം. So first of all, I want to congratulate you because you are graduated. Thank you. So is it your family? Yeah, this is my family. This is my friend. That's my sister. That one too, and that is our mother. That is your mother. Yes. Yeah. You're from Western? Yes. Ntungamo. Yes. Why you are going to Kampala? Kabale. Yes. On the way to Kabale. Okay, anyway, thank you so much. Yeah. ഇനി നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഐസ്ക്രീം ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കേക്കുകളും മറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് കേക്കിനുള്ള ഞാൻ ക്യാൻ ഐ ഗെറ്റ് സം പ്ലേറ്റ്സ് ഓഫ് ഇറ്റ്? അതെ, പ്ലേറ്റ്സ് ആക്കിയ. അപ്പോൾ നമുക്കിവിടെ പ്ലേറ്റ് ഉണ്ട്. പ്ലേറ്റ് എടുത്തിട്ട് ഇവിടുന്ന് കേക്കും മറ്റൊക്കെ വാങ്ങട്ടോ. ഹലോ, ഹൗ ആർ യു? ക്യാൻ ഐ? ഓക്കെ. അപ്പോൾ ഇവിടെ 2-3 തരത്തിലുള്ള കേക്കും മറ്റൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. Which cake it is, Sabu? Blue dairy. And which another model you have? അപ്പോൾ ഇവിടെ ഇത്രയും കേക്കുകളാണ്. ചോക്ലേറ്റ്. അപ്പോൾ ഇതുപോലെയാണ്. ഐസ്ക്രീമുണ്ട്, അതുപോലെ കുറച്ച് കേക്കുകളും മറ്റൊക്കെയാണ് ഇവർ തരുന്നത്. ഐസ്ക്രീം ദാറ്റ് ഈസ് വനില ആൻഡ് സ്ട്രോബെറിയാണ് ഇവിടെ നമുക്ക് ഉള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ജ്യൂസ് കോക്ടെയിലൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. കോക്ടെയിൽ കിച്ചണിലെ ഫുഡെല്ലാമേ കഴിച്ചു കഴിഞ്ഞു. നല്ല കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടെ അത്യാവശ്യം ഏഷ്യൻ ഫുഡുണ്ട്, അതുപോലെ ആഫ്രിക്കൻ ഫുഡുണ്ട്, അതുപോലെ ലാറ്റിൻ, ചൈനീസ്, അതുപോലെ മെഡിറ്ററേനിയൻ ഫുഡ്, അതൊക്കെയാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും നേരെ തിരിച്ചു പോവുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. കുറച്ച് ഐസ്ക്രീം, അതുപോലെ ഒരുപാട് ഐസ്ക്രീമുകൾ, ഒരുപോലെ കേക്ക്സ് മറ്റൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനൊന്നും പറയില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ.